600 and above people are signing this one because we are up A, the CCF has the power to shoot out this wild animal, but still after killing this കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പയ്യമ്പള്ളി പടമല ചാലിഗദ്ദ പനച്ചിയിൽ അജീഷിന്റെയും പാക്കത്തെ പോളിന്റെയും വീട് സന്ദർശിക്കും എന്ന് ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ പോളിന്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വന്യമൃഗശല്യത്തിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. Is not having that radio caller, and the frequency, if it is available here this area, through radio they can give this is information through radio could be noted. തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണം, അതിൽ തന്നെ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയ പശ്ചാത്തലം, ഇതിനൊക്കെ ഇടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലേക്ക് എത്തുന്നത്. ജീവൻ നഷ്ടമായ പോളിന്റെ വീട് സന്ദർശിക്കുകയാണ്. വനമന്ത്രി ഇതുവരെ എത്തിയില്ല എന്നുള്ള വിമർശനം ശക്തമായി വരുന്നതിനിടയിൽ ഗവർണറുടെ സന്ദർശനം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? റിജിത്ത്, അല്പസമയം മുൻപാണ് പടമലയിലെ അജീഷിന്റെ വീട്ടിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. അവിടെ ഒരു 15 മിനിറ്റോളം ഗവർണർ ചെലവഴിച്ചു. വീട്ടുകാരുമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ സംവദിച്ചു. കൂടാതെ അവിടുത്തെ ആ പ്രദേശത്തെ നാട്ടുകാർ അവരുടെ ആശങ്കകൾ, അതായത് ഈ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നു, ആ ആശങ്കകൾ ഗവർണറെ അറിയിച്ചു. ഓരോ പോയിന്റുകളും നാട്ടുകാർ ഉന്നയിച്ച ഓരോ ആവശ്യങ്ങളും ഗവർണർ കുറിച്ചിടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ വാങ്ങി അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും, വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അതനുസരിച്ചുള്ള നടപടികൾ സർക്കാരിനോട് ആവശ്യപ്പെടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ നാട്ടുകാരെ അറിയിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പാക്കത്തെ വീട്ടിലേക്ക്, അതായത് പാക്കത്തെ വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പോളിന്റെ വീട്ടിലേക്ക് ഗവർണർ എത്തിയത്. ഇപ്പോൾ പോളിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഗവർണർ ആന ആക്രമിച്ച് വാരിയല്ലുകൾ തകർന്ന ശരത്തിന്റെ വീട്ടിലേക്ക്, അതായത് പാക്കത്തെ തന്നെ ശരത്തിന്റെ വീട്ടിലേക്ക്, വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ഗവർണർ അല്പസമയത്തിനകം എത്തും. അതിനുശേഷം ഗവർണർ എത്തുന്നത് മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലേക്കാണ്. കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ പ്രജീഷിന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. എന്തായാലും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ജനങ്ങൾക്കൊപ്പം ഗവർണറും ഉന്നയിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാനോ നടപടി സ്വീകരിക്കാനോ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ വനം മന്ത്രി ഈ പ്രദേശത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നു. ഈ കുടുംബവുമായി ഗവർണർ സംവദിക്കുന്നു. ഏകദേശം ഓരോ വീട്ടിലും 15 മിനിറ്റിലധികം സമയം ഗവർണർ ചെലവഴിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഗവർണർ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അത് കുറിച്ചുകൊണ്ട് അതിൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. തുടർന്ന് നാട്ടുകാരുമായി സംവദിക്കുന്നു. ഇങ്ങനെ ഗവർണറുടെ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം 12:15 ഗവർണർ മാനന്തവാടി IBയിൽ വെച്ച് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. റിജിൽ, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ പാറയ്ക്കൽ തുടരുക. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പയ്യമ്പള്ളി പടമല ചാലിഗദ്ദ പനച്ചിയിൽ അജീഷിന്റെയും പാക്കത്തെ പോളിന്റെയും വീട് സന്ദർശിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അജീഷിന്റെ വീട്ടിൽ ഏതാണ്ട് 9:30 കഴിഞ്ഞപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. വന്യമൃഗശല്യത്തിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നൽകും എന്നുള്ള ഉറപ്പ് ഗവർണർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പോളിൻ്റെ വീട്ടിലെ സന്ദർശനത്തിന് ശേഷം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആദിവാസി ബാലൻ ശരത്തിനെയും അദ്ദേഹം സന്ദർശിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാനന്തവാടി ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഓരോ വീട്ടിലും ഏതാണ്ട് 20 മിനിറ്റോളം സമയമുള്ള സന്ദർശനം. ഏറ്റവും ശ്രദ്ധേയം വനം മന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വിമർശനം, അവിടെ എത്തുന്നില്ല എന്നുള്ള വിമർശനം. അതിനിടയിലാണ് ഗവർണർ വരുന്നത്. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടോ അരുൺ?
റിജിത്തെ, അക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗവർണർ ഈ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വയനാട്ടിലേക്കും എത്തിയിരിക്കുന്നത്. വയനാട് ഈ ആക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്നു. മാത്രമല്ല ഈ അടുത്ത 10 ദിവസത്തിനിടെ 2 ആളുകൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് പോലും വനമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നിരുന്നു. ഇതിന്റെ തുടർന്നാണ് ഇപ്പോൾ ഗവർണർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഗവർണർ അതായത് 4 വീടുകളിലാണ് ഇന്നിപ്പോൾ സന്ദർശനം നടത്തുന്നത്. മാത്രമല്ല അതിനുശേഷം മാനന്തവാടി ബിഷപ്പിനെയും അദ്ദേഹം സന്ദർശിക്കും. സഭയുടെ കാര്യങ്ങൾ, അതായത് സഭ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി കേൾക്കണം, പരിഗണിക്കണം, അതിനോട് ഐക്യപ്പെടണം എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുന്നത്. മാനന്തവാടി ബിഷപ്പിനെയും ഇതുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സഭ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭങ്ങൾക്ക് മുൻകൈയെടുത്തിരുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്നു. വനമന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പും സർക്കാരുമൊക്കെ ഇക്കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നില്ല, മനുഷ്യന്മാരെ സംരക്ഷിക്കുന്നില്ല എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് സഭ, മാനന്തവാടി ബിഷപ്പ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ നടത്തിയിരുന്നു. എന്തായാലും അതിനിടെയാണ് ഗവർണറുടെ സന്ദർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 9:45 അജീഷിന്റെ വീട്ടിലെത്തി. അവിടെ ഒരു 20 മിനിറ്റോളം നേരം ആ കുടുംബവുമായി ഗവർണർ സംവദിച്ചു, നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഓരോന്നും ഗവർണർ കേട്ടു. അതിനുശേഷമാണ് പാക്കത്തെ, അതായത് കുറുവാദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പോളിന്റെ പാക്കത്തെ വീട്ടിലേക്ക് ഗവർണർ എത്തിയത്. അവിടെ ഈ കുടുംബവുമായി, പോളിന്റെ മകളുമായും അതുപോലെ തന്നെ ഭാര്യയുമായും ഗവർണർ സംസാരിച്ചു. അവരുടെ ആവശ്യങ്ങൾ കേട്ടു, നാട്ടുകാരുമായി സംസാരിച്ചു. പാക്കത്തെ തന്നെ ശരത്തിന്റെ വീട്ടിലേക്ക്, അതായത് കാട്ടാന ആക്രമണത്തിൽ വാരിയലുകൾ തകർന്ന ശരത്തിന്റെ വീട്ടിലേക്ക് ഗവർണർ അല്പസമയത്തിനകം തന്നെ എത്തും. ശരത്തിനും സമാനമായ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയാനുണ്ടാവുക. കാരണം ഈ 12,000 രൂപയാണ് ശരത്തിന്റെ കുടുംബത്തിന് സർക്കാർ ഇതുവരെയും ധനസഹായം നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനം, പ്രതിഷേധം ഇക്കാര്യത്തിൽ ആ നാട്ടുകാർക്കൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ സന്ദർശനം വലിയ രീതിയിലുള്ള പ്രാധാന്യം. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക.